ലിബറൽ ആർട്സിന്റെ ക്യാമ്പസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റുമായിട്ട് നമ്മൾക്ക് ഉണ്ടാവേണ്ട ആ ഒരു ബന്ധം, എങ്ങനെയാണ് ഒരു പുതിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺഹുഡാക്കി മനുഷ്യനെ മാറ്റുന്നതെന്നും അതിന് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ഇൻറ്റിഗ്രേഷൻ ഓഫ് പേഴ്സൺഹുഡ് എന്ന് പറയുന്ന സംഭവം, അതിൽ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലിബറൽ ആർട്സ്, അതായത് ഈ നമ്മൾ ജീവിക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾ തന്നെ ഒരു ബെറ്റർ പേഴ്സണായി മാറും എന്നൊക്കെയാണ് പറയുന്നത്. പഠനം മാത്രം പോരാ, ഇങ്ങനെയുള്ള എൻവിറോൺമെൻറ്റുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നു. കാരണം ബുക്കുകളിലുള്ളത് അതുപോലെ കാണാപ്പാഠം ബ്രെയിനി ആയിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് പിന്നീട് അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്കൊരു സ്കില്ല് തരും, ലൈഫിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് തരും എന്നുള്ളത് പറയാം. കുറേ സബ്ജക്റ്റുകളാക്കി നമ്മൾ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് ആ ഒരു സബ്ജക്റ്റിൽ മാത്രമായി പോകും. ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ എല്ലാ വിഷയവും ഒരുപോലെ പ്രാധാന്യം നൽകി എല്ലാം ഭൂമിയോട് കണക്റ്റഡ് ആണ് എന്ന രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ചെയ്യുന്ന ഒരു സംഭവമാണത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ, അത് കഴിഞ്ഞ് വ്യൂ ഓഫ് വേൾഡ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് ഈ എഡ്യൂക്കേഷനിലൂടെ ഈ ഒരു നാച്ചർ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്യാം, അതിനെങ്ങനെ കെയർ ചെയ്യാം, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കാം, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അത് നാച്ചുറൽ ഇറങ്ങിയിട്ട് തന്നെ മനസ്സിലാക്കുകയും നാച്ചുറൽ ഇറങ്ങിയിട്ട് അതിനെപ്പറ്റി പഠിക്കാനും അതിനെ ശുശ്രൂഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് നിർബന്ധമാണ് എന്നുള്ളതൊക്കെ പറയാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ മെയിനായിട്ട് പറയുന്നത്. മെയിൻ പോയിന്റ് എഡ്യൂക്കേഷനും എൻവിറോൺമെൻറ്റും നാച്ചറും. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ